ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാണ് വായിക്കുവാനുള്ളത്. 10-ാം അധ്യായത്തിൽ ഇയ്യോബ് ദൈവത്തോട് നേരിട്ട് തൻ്റെ വേദന പങ്കുവയ്ക്കുന്നു. അവനെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നു. താൻ കുറ്റമില്ലാത്തവനായിരിക്കെ ദൈവം ശത്രുവിനെ പോലെ പെരുമാറുന്നു എന്ന് അവൻ അനുമാനിക്കുന്നു. സൃഷ്ടാവായ ദൈവം തന്നെ ഇപ്പോൾ നശിപ്പിക്കുന്നവനായി തോന്നുന്നു. അവൻ്റെ വാക്കുകൾ ആശയക്കുഴപ്പം, വേദന, ഉത്തരത്തിനായുള്ള ആകാംക്ഷ എന്നിവ പ്രകടിപ്പിക്കുന്നു. ഇയ്യോബ് നേരിട്ട് ദൈവത്തിലേക്ക് തിരിയുകയും അഗാധമായ വേദന പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്ര തീവ്രമായി കഷ്ടപ്പെടാൻ മാത്രം ദൈവം തന്നെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണെന്ന് അവൻ ചോദിക്കുന്നു. തൻ്റെ നിരപരാധിത്വം അറിഞ്ഞിട്ടും ദൈവം തന്നോടൊരു ശത്രുവിനെ പോലെ പെരുമാറുന്നുവെന്ന് ഇയ്യോബിന് തോന്നുന്നു. ദൈവത്തെ തൻ്റെ സൃഷ്ടാവായും ഇപ്പോൾ തന്നെ നശിപ്പിക്കുന്നവനായും അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആശയക്കുഴപ്പം, വേദന, മനസ്സിലാക്കാനുള്ള ആഗ്രഹം എന്നിവ പ്രതിഫലിപ്പിക്കുന്നു. ഈ അധ്യായം ദൈവത്തോടുള്ള സത്യസന്ധമായ പ്രാർത്ഥനയുടെ പ്രാധാന്യം കാണിക്കുന്നു. സംശയങ്ങളോടെയും വേദനയോടെയും ദൈവത്തോട് സംസാരിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇയ്യോബ് ദൈവത്തെ വിട്ടുപോകാതെ അവനോട് തന്നെ സംസാരിക്കുന്നു. വേദനയും ദൈവത്തിൻ്റെ നന്മയും തമ്മിൽ പൊരുത്തപ്പെടുത്താനുള്ള മനുഷ്യൻ്റെ പോരാട്ടം ഇവിടെ കാണാം. നമ്മുടെ തകർന്ന നിലയിലും ദൈവം നമ്മെ കേൾക്കുന്നു എന്നതാണ് പാഠം. ഇന്നത്തെ ലോകത്ത് ആളുകൾ അവരുടെ വേദന മറയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇയ്യോബ് അത് തുറന്നു പറയുന്നു. സത്യസന്ധമായ ഹൃദയത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ തെറ്റല്ല. എല്ലാ വേദനയും പാപത്തിൻ്റെ ഫലമല്ലെന്ന് ഇത് പഠിപ്പിക്കുന്നു. കഷ്ടകാലങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കാനും സത്യസന്ധരാകാനും ഇത് പ്രചോദിപ്പിക്കുന്നു. വേദനിക്കുന്നവരോട് കരുണ കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 11-ാം അധ്യായത്തിൽ ഇയ്യോബിൻ്റെ സുഹൃത്തായ സോഫർ കഠിനമായി പ്രതികരിക്കുന്നു. ഇയ്യോബ് അധികം സംസാരിക്കുന്നു എന്നും അവൻ ശിക്ഷയ്ക്ക് അർഹനാണ് എന്നും പറയുന്നു. ദൈവം നീതിമാനാണ്, അതിനാൽ ഇയ്യോബ് മറഞ്ഞിരിക്കുന്ന പാപങ്ങൾക്ക് മാനസാന്തരപ്പെടണം എന്നും അവൻ പറയുന്നു. ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയില്ലെന്നും അവൻ ചൂണ്ടിക്കാണിക്കുന്നു. കരുണയില്ലാത്ത സമീപനമാണ് അവൻ്റെ വാക്കുകളിൽ കാണുന്നത്. ഈ അധ്യായം ദൈവത്തെ തെറ്റായി പ്രതിനിധീകരിക്കുന്നതിൻ്റെ അപകടം കാണിക്കുന്നു. സോഫർ ദൈവത്തിൻ്റെ മഹത്വം പറയുമ്പോഴും കരുണ കാണിക്കുന്നില്ല. സ്നേഹമില്ലാത്ത സത്യം വേദനിപ്പിക്കും. ദൈവത്തിൻ്റെ നീതി സത്യമാണ്, എന്നാൽ അത് കരുണയോടുകൂടെ മനസ്സിലാക്കണം. ആത്മീയ അറിവിനൊപ്പം വിനയവും ദയയും ആവശ്യമാണ്. ഇന്നത്തെ ലോകത്ത് ആളുകൾ മറ്റുള്ളവരെ പൂർണ്ണമായും അറിയാതെ വിധിക്കുന്നു. വേദനയെ പാപത്തിൻ്റെ ഫലമെന്ന് കരുതരുതെന്ന് ഇത് പഠിപ്പിക്കുന്നു. വേദനിക്കുന്നവരോട് സംസാരിക്കുമ്പോൾ വാക്കുകളിൽ സൂക്ഷ്മത വേണം. വിമർശനം ചെയ്യുന്നതിനേക്കാൾ പിന്തുണ നൽകണം. സഹാനുഭൂതി തന്നെയാണ് യഥാർത്ഥ ജ്ഞാനം. 12-ാം അധ്യായത്തിൽ ഇയ്യോബ് തൻ്റെ സുഹൃത്തുക്കളുടെ അഹങ്കാരത്തെ വിമർശിക്കുന്നു. ജ്ഞാനം ചിലർക്ക് മാത്രമല്ലെന്നും ഇത് കാണിക്കുന്നു. ജീവിതത്തിലെ എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അഹങ്കാരത്തെ ഇത് വെല്ലുവിളിക്കുന്നു. അനുഗ്രഹങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നു. ഇന്നത്തെ ലോകത്ത് മനുഷ്യർ അവരുടെ അറിവിൽ അഭിമാനിക്കുന്നു. ആരും മുഴുവൻ അറിവുള്ളവരല്ലെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. വിനയത്തോടെ ജീവിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും പഠിപ്പിക്കുന്നു. ജീവിതം അനീതി പോലെ തോന്നുമ്പോഴും ദൈവത്തിൽ വിശ്വാസം വയ്ക്കണം. പ്രകൃതിയിൽ നിന്ന് പഠിക്കാനും ഇത് പ്രചോദിപ്പിക്കുന്നു. 13-ാമത്തെ അധ്യായത്തിൽ ഇയ്യോബ് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കൾ തെറ്റായ ആശ്വാസകരാണെന്ന് അവൻ പറയുന്നു. ദൈവം തന്നെ കൊല്ലുകയാണെങ്കിലും താൻ അവനെ വിശ്വസിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. വേദനയും വിശ്വാസവും ഒരുമിച്ച് അവൻ്റെ വാക്കുകളിൽ കാണാം. ഈ അധ്യായം കഷ്ടതകളിൽ ഉറച്ച വിശ്വാസത്തെ കാണിക്കുന്നു. സാഹചര്യങ്ങൾ മാറ്റപ്പെട്ടാലും വിശ്വാസം മാറരുതെന്ന് ഇയ്യോബ് പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നീതിയിൽ അവന് വിശ്വാസമുണ്ട്. വെറുതെയുള്ള ജൽപ്പനങ്ങളെക്കാൾ സത്യസന്ധതയാണ് ദൈവം വിലമതിക്കുന്നത്. ഉത്തരങ്ങൾ ഇല്ലാത്തപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം നിലനിർത്തുകയാണ് യഥാർത്ഥ വിശ്വാസം. ഇന്നത്തെ അനിശ്ചിതമായ ലോകത്ത് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു. കാര്യങ്ങൾ തെറ്റുമ്പോഴും ദൈവത്തിൽ വിശ്വാസം വയ്ക്കാൻ ഇത് പഠിപ്പിക്കുന്നു. നിഷ്കളങ്കതയിൽ ഉറച്ചു നിൽക്കണം. ഉപരിതല ഉപദേശങ്ങളിൽ ആശ്രയിക്കരുത്. ദൈവവുമായി ഉള്ള വ്യക്തിപരമായ ബന്ധമാണ് യഥാർത്ഥ ശക്തി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.